ഇന്ത്യയുടെ മുൻ താരവും ഫുട്ബോൾ പരിശീലകനുമായ ടി.കെ. ചാത്തുണ്ണി അന്തരിച്ചു. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മോഹൻ ബഗാൻ FC കൊച്ചി ടീമുകളെ പരിശീലിപ്പിച്ചിരുന്നു. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും നിഖിൽ കുമാർ ചേരുകയാണ്. നിഖിൽ, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കായിക രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടം തന്നെയാണ്. എപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത്? KP ഇന്ന് രാവിലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. അദ്ദേഹം ഏറെ നാളായി അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങളിൽ ഒരാൾ എന്ന് പറയാൻ സാധിക്കുന്ന ഒരു താരം കൂടിയായിരുന്നു അദ്ദേഹം. അത് താരത്തിനൊപ്പം അദ്ദേഹം മികച്ച രീതിയിൽ പരിശീലകൻ കൂടിയായിരുന്നു എന്നതും കൂടി പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം. തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമാണ് ചാത്തുണ്ണിക്ക് ഉള്ളത്. കേരള പോലീസ് ടീമിലൂടെ സംസ്ഥാനത്തേക്ക് ആദ്യമായി ഫെഡറേഷൻ കപ്പ് കിരീടം എത്തിച്ച ടി.കെ. ചാത്തുണ്ണിയായിരുന്നു. കേരള പോലീസിനെ രാജ്യത്തെ ഒന്നാം കിട ടീമാക്കി വളർത്തിയ ചാത്തുണ്ണി പിന്നീട് കൊൽക്കത്തയിലെയും ഗോവയിലെയും വലിയ ക്ലബ്ബുകൾ റാഞ്ചുകയായിരുന്നു. FC കൊച്ചിനെ പരിശീലിപ്പിക്കാൻ കേരളത്തിലേക്ക് തിരിച്ചെത്തിയ ചാത്തുണ്ണി ടീമിനെ ഇന്ത്യയിലെ തന്നെ ഒന്നാം കിട ക്ലബ്ബുകളിൽ ഒന്നാക്കി വളർത്തുകയും ചെയ്തു. ഇടവേളയിൽ FC കൊച്ചിയിൽ നിന്ന് പിൻവാങ്ങിയ ചാത്തുണ്ണി ഗോവയിൽ ചർച്ചിൽ ബ്രദേഴ്സിലെത്തി വിവാ കേരളയെ പരിശീലിപ്പിക്കാൻ തിരിച്ചെത്തിയ ചാത്തുണ്ണി ആദ്യ വർഷം തന്നെ ക്ലബിനെ സംസ്ഥാന ചാമ്പ്യന്മാർ ആക്കുകയും ചെയ്തു. IM വിജയൻ, CV പാപ്പച്ചൻ, ജോപോൾ അഞ്ചേരി, U ഷറഫ് അലി തുടങ്ങിയ താരങ്ങളെല്ലാം ചാത്തുണ്ണിയുടെ ശിക്ഷണത്തിൽ മികവിലേക്ക് ഉയർന്ന താരങ്ങളാണ് എന്ന് പറയാൻ സാധിക്കും. എന്തായാലും ഫുട്ബോൾ ലോകത്തെ സംബന്ധിച്ച് ഒരു വലിയ നഷ്ടം തന്നെയാണ് ടി.കെ. ചാത്തുണ്ണിയുടെ ആ ഒരു നിര്യാണത്തെ തുടർന്ന് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു പുസ്തകവും രചിച്ചിട്ടുണ്ട്. ഫുട്ബോൾ മൈ സോൾ എന്ന പേരിലാണ് അദ്ദേഹം പുസ്തകം രചിച്ചിരിക്കുന്നത്. കളിക്കാരൻ എന്ന നിലയിൽ തനിക്ക് നേടിയെടുക്കാൻ കഴിയാതെ പോയ നേട്ടങ്ങളെപ്പറ്റിയൊക്കെ അദ്ദേഹം ആ ഒരു പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. എന്തായാലും ടി.കെ. ചാത്തുണ്ണി എന്ന ഫുട്ബോളിലെ ഒരു നിഖിൽ, ഒരു യുഗം തന്നെയാണ് പൊളിഞ്ഞിരിക്കുന്നതെന്ന് പറയാം. നിഖിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ കായിക രംഗത്ത്, പ്രത്യേകിച്ച് ഫുട്ബോൾ രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾ നിസ്തുലമാണ്. ഒരുപക്ഷേ ഇന്ന് ഭാരതം ഈ സോക്കർ രംഗത്ത് കുതിച്ചുയരുമ്പോൾ അതിന് പിന്നിലുള്ള ചില കരങ്ങളുണ്ട്, അതിന് പിന്നിലുള്ള ചില യത്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ടി.കെ. ചാത്തുണ്ണി എന്നുള്ള ആ ഒരു നാമം തന്നെയാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ ഒരു പരിശീലകൻ എന്ന രീതിയിൽ, ഒരു കളിക്കാരൻ എന്ന രീതിയിൽ എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു മികവിനെ നമുക്ക് വായിച്ചെടുക്കാം? KP തീർച്ചയായും ഇതിൽ അദ്ദേഹം പരിശീലകൻ എന്ന താരം എന്ന നിലയിൽ നിന്ന് ഉപരി ഒരു പരിശീലകൻ എന്ന നിലയിൽ അദ്ദേഹം എങ്ങനെ അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രകടമായിരുന്നു എന്ന് നമുക്ക് ഒറ്റ കാര്യത്തിൽ നോക്കിയാൽ മതി. കാരണം അദ്ദേഹം പരിശീലിപ്പിച്ച താരങ്ങൾ ഉയർന്നു, അദ്ദേഹത്തിൻ്റെ ശിക്ഷണ മികവിൽ ഉയർന്നു വന്ന താരങ്ങൾ തന്നെ പരിശോധിച്ചാൽ മതി. കാരണം നേരത്തെ പറഞ്ഞ പോലെ IM വിജയൻ, CV പാപ്പച്ചൻ, U ഷറഫ് അലി തുടങ്ങിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ കേരളത്തിലെ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന പേരുകളാണ് ഇത്. ജോപോൾ ഈ IM വിജയനും U ഷറഫ് അലിയും CV പാപ്പച്ചനും ഒക്കെ, ഇവരെയൊക്കെ പരിശീലിപ്പിച്ച ഒരു പരിശീലകൻ ആണ് വിട പറയുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മികവ്, അദ്ദേഹം എത്രത്തോളം വലിയ ഒരു താരമായിരുന്നു, വലിയൊരു പരിശീലകനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിര്യാണം നേരത്തെ പറഞ്ഞതുപോലെ അർബുദബാധയെ തുടർന്ന് കുറച്ച് നാളുകളായി അദ്ദേഹം ചികിത്സയിൽ ആയിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. KP നിഖിൽ, നമുക്കറിയാം ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ഫുട്ബോളിനെ ഇപ്പോൾ ശ്രീ ജോപോൾ അഞ്ചേരി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോപോൾ അഞ്ചേരി, ശ്രീ ടി.കെ. ചാത്തുണ്ണി നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. താങ്കളെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടതില്ല, അത്രത്തോളം ആത്മബന്ധമുള്ള ഒരു വ്യക്തിയാണ്, താങ്കളുടെ ഗുരു കൂടിയാണ്. എങ്ങനെ ഓർത്തെടുക്കുന്നു അദ്ദേഹത്തെ? തീർച്ചയായിട്ടും എൻ്റെ കോളേജ് ലെവലിൽ കോച്ചായിരുന്നു. കേരള ആർമിയിൽ പഠിക്കുമ്പോൾ സാറായിരുന്നു കോച്ച്. അവിടെ നിന്നുള്ള തുടക്കമാണ്. പിന്നെ ഒരുപാട് FC കൊച്ചിയിലായാലും അതുപോലെ ഇപ്പൊ ഏത് ക്ലബിന് എതിരായാലും ആളെപ്പോഴും നമ്മളോടുള്ള സ്നേഹം നിലനിർത്തും. അതാണ് കോച്ചിന്റെ ഒരു കഴിവ് എന്ന് പറയുന്നത്. കാരണം പഠിപ്പിക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ, അതായത് എല്ലാവരും മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടു നടക്കാനുള്ള കഴിവ് സാർക്ക് ഉണ്ട്. ഒരു ടീമിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള സാറ്, അവിടെയാണ് ഒരു മാനേജ്മെന്റ്. അത് കോച്ചിന്റെ കയ്യിൽ ഭയങ്കരമായിട്ടുണ്ട്. എല്ലാവരോടും വളരെ സൗഹാർദ്ദമായിട്ട് സംസാരിച്ച് എന്താണ് നമുക്ക് പ്ലേയേഴ്സിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കുക, പ്രാക്ടീസ് മാത്രമല്ല, അതുപോലെ തന്നെ ഒരു സുഹൃത്ത് എന്ന പോലെ സംസാരിച്ച് നമുക്ക് വേണ്ട നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ സാർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ തയ്യാറായി പോകും. അതാണ് സാറിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ശ്രീ ടി.കെ. ചാത്തുണ്ണിയെ കുറിച്ച് ഓർത്തെടുക്കാൻ ഒരുപാട് അനുഭവങ്ങൾ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം. കാരണം ഒരു കളിക്കാരൻ എന്ന രീതിയിൽ താങ്കളുടെ വളർച്ചയിൽ അത്രത്തോളം സാന്നിധ്യമായിരുന്നൊരു വ്യക്തിയാണ്. എങ്ങനെയാണ് ആ ഒരു നിമിഷങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളെ ഓർത്തെടുക്കുന്നത് താങ്കളിപ്പോൾ? അതാ ഞാൻ പറഞ്ഞത്, കോളേജ് സമയങ്ങളിലാണ് സാറിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് നമുക്ക് വന്നിരുന്നത്. കാരണം അവിടെയാണ് നമ്മുടെ ഒരു ലേണിംഗ് പ്രോസസ്സ് തുടങ്ങുന്നത്. ആ ലേണിംഗ് പ്രോസസ്സിലാണ് സാർ കറക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ തരുന്നു.
അതിനുശേഷം നമ്മൾ കളി കഴിഞ്ഞാലും അതിനെക്കുറിച്ചുള്ള വാചാലമായുള്ള സംസാരങ്ങൾ, കാരണം നമുക്ക് അത് എന്തായിരുന്നു മിസ്റ്റേക്കുകൾ, എന്തൊക്കെയാണ് നമുക്ക് അടുത്ത കളിയിലേക്ക് വേണ്ടത്, അതൊക്കെയാണ് സാർ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. സാറ് പറഞ്ഞ എപ്പോ നിൽക്കലും ഇപ്പൊ സാർക്ക് ഞാൻ ആ ജീവി രാജ അവാർഡ് കിട്ടിയതിന് ശേഷം സംസാരിച്ചു തുടങ്ങിയിരുന്നു. പക്ഷെ ആ സ്ട്രോക്ക് വന്നതിന് ശേഷം സാറ് പിന്നെ സംസാരിക്കാതെയായി. കാരണം അത്രയ്ക്കും നല്ല ആത്മബന്ധമാണ്. കാരണം ഞാൻ ഇത്രയും നാൾ കോച്ചിങ് ഇതിലിരിക്കുമ്പോൾ തന്നെ സാറെ വിളിച്ചിരുന്നു. സാറ് പറയുന്ന കാര്യങ്ങൾ, അതായത് സാറിന്റെ എക്സ്പീരിയൻസ് നമുക്ക് പകർന്നു തരാണ്. കോച്ചിങ് ലെവൽ എങ്ങനെ നീ കൊണ്ടുപോകണം എന്നുള്ളത്. അതുപോലെ നല്ലൊരു എല്ലാവരോടും എപ്പോഴും സൗമ്യമായി ചിരിച്ചും കളിച്ചും സംസാരിക്കുന്ന ഒരു കോച്ചാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ശരിക്കും കേരള ഫുട്ബോളിന്, ഇന്ത്യൻ ഫുട്ബോളിന് ഒരു നഷ്ടം തന്നെയാണ് സാറിന്റെ ഒരു വിയോഗം. അതായത് കർക്കശക്കാരനായ ഒരു പരിശീലകനോടൊപ്പം തന്നെ എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു വ്യക്തിത്വം, അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് പ്രാക്ടീസിൽ നമ്മൾ ഗ്രൗണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെതായ ഇമ്പാക്ട് ആൾക്ക് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ആ ഇമ്പോർട്ടൻസ് കിട്ടിയിരിക്കണം. അതിനുശേഷം നമ്മുടെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഫ്രീ ആയിട്ട് ആ സാറ് അങ്ങനെയാണ്. നമ്മുടെ ഇവൻ ചർച്ചിൽ ഞങ്ങൾ ഇന്ത്യൻ ക്യാമ്പിലുള്ളപ്പോൾ ചർച്ചിൽ സാറ് കോച്ചായിരുന്നു. ആ സമയത്ത് സാറ് ഞങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് നമ്മുടെ ഊണ് എന്റെ വീട്ടിലാക്കാടാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകണം. അന്ന് ഞാനും മാർട്ടിനും ഉണ്ട്. അപ്പോൾ അതാണ് സാർ ഒരു ക്വാളിറ്റി. അതായത് പ്ലേയേഴ്സ് ആര് വന്നാലും സാർ ഒരിക്കലും നോ എന്നൊരു അക്ഷരം പറയാറില്ല. എല്ലാവർക്കും നല്ലൊരു പ്രിഫറൻസ് കൊടുത്തിട്ട് സാർ അടങ്ങും. വളരെയധികം നന്ദി ശ്രീ ജോ പോളഞ്ചേരി. ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന് വീണ്ടും നിഖിൽ ജോ പോളഞ്ചേരി പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മബന്ധം, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹൃദയബന്ധം, അദ്ദേഹം കളിക്കളത്തിൽ കർക്കശക്കാരനാകുമ്പോൾ അതോടൊപ്പം തന്നെ പുറത്ത് അദ്ദേഹം എല്ലാവരും ചേർത്ത് പിടിച്ച, പ്രത്യേകിച്ച് തങ്ങളുടെ സഹപ്രവർത്തകരായാലും ശിഷ്യരായാലും അത്രത്തോളം ജീവിതത്തോട് ചേർത്ത് പിടിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സോക്കർ രംഗത്ത് മാത്രമല്ല, ഫുട്ബോളിൻ്റെ ഒരു പരിശീലകൻ എന്ന രീതിയിൽ മാത്രമല്ല, ഒരു കളിക്കാരൻ എന്ന രീതിയിൽ മാത്രമല്ല, ഇവരുടെയൊക്കെയും ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു വലിയ വിടവ് ആ രീതിയിൽ വേണം നമുക്ക് മനസ്സിലാക്കാനല്ലേ? കെ പി നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ജോ പോളഞ്ചേരി പറഞ്ഞതുപോലെ ജോ പോളഞ്ചേരിയും IM വിജയൻ ഇവരെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു പരിശീലകൻ കൂടിയാണ് TK ചാത്തുണ്ണി. അദ്ദേഹം ഫുട്ബോളിനെ എത്രത്തോളം നെഞ്ചോട് ചേർത്തിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് തന്നെ. ബോൾ ഭവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പേര് നൽകിയിരുന്നത്, ബോൾ ഭവൻ എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാം അദ്ദേഹം ഫുട്ബോളിനെ എത്രത്തോളം നെഞ്ചോട് ചേർക്കുന്നുണ്ട് എന്നുള്ളത്. ഈ ജോ പോളഞ്ചേരി സൂചിപ്പിച്ച പോലെ കർക്കശക്കാരനായ ഒരു പരിശീലകൻ എന്നതിലുപരി താരങ്ങളുമായി, തൻ്റെ കീഴിൽ പരിശീലനം നേടുന്ന താരങ്ങളുമായി വളരെ മികച്ച ആത്മബന്ധം പുലർത്തുന്ന ഒരു പരിശീലകൻ കൂടിയായിരുന്നു TK ചാത്തുണ്ണി എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ പരിശീലിപ്പിച്ച ടീമുകളെയൊക്കെ മികവിലേക്ക് ഉയർത്തുകയും പരിശീലിപ്പിച്ച അദ്ദേഹത്തിൻ്റെ കീഴിൽ പരിശീലിച്ച താരങ്ങളൊക്കെ പ്രശസ്തിയിലേക്ക് എത്തുകയും ചെയ്തു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. എന്തായാലും ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച വലിയൊരു നഷ്ടം തന്നെയാണ് TK ചാത്തുണ്ണിയുടെ ഈ ഒരു നിര്യാണം. KP അദ്ദേഹം കേരള സന്തോഷ് ട്രോഫി ടീം പരിശീലകനായിരുന്നു. ഒപ്പം നേരത്തെ നിഖിൽ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 4ഓളം സംസ്ഥാനങ്ങളിലെ വിവിധ ഇന്ത്യൻ ഫുട്ബോൾ രംഗത്തെ പ്രാഗൽഭ്യം തെളിയിച്ച, മികവ് കാട്ടിയ 4ഓളം സംസ്ഥാനങ്ങളിലെ വിവിധ ക്ലബ്ബുകളുടെയും പരിശീലകനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായും KP അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കരിയർ, അദ്ദേഹം ഒരു താരം എന്ന നിലയിൽ 15 വർഷത്തിന് താഴെ മാത്രമാണ് അദ്ദേഹം ഒരു താരമെന്ന രീതിയിൽ അറിയപ്പെട്ടത്. അതിനുശേഷം അദ്ദേഹം ഏകദേശം 4 പതിറ്റാണ്ടോളം ഒരു പരിശീലകൻ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അറിയപ്പെട്ടത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വിവിധ ടീമുകൾ, ഇപ്പോൾ FC കൊച്ചിയായാലും അടക്കമുള്ള മോഹൻ ബഗാനിലൊക്കെ അതിൻ്റെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു കോച്ചിങ് വളരെ നിർണായകമായിരുന്നു. ഇതിൽ തന്നെ പല ടീമുകളെയും അദ്ദേഹം മികവിലേക്ക് ഉയർത്തുന്നു. FC കൊച്ചി ടീമിനെയൊക്കെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ക്ലബ്ബ് എന്ന രീതിയിലേക്ക് ഉയർത്തുന്നതിലൊക്കെ വളരെ നിർണായക പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. യെസ് നിഖിൽ, ഇപ്പോൾ ശ്രീ ഷൈജു ദാമോദർ നമ്മളൊപ്പം ചിരിക്കുകയാണ്. ശ്രീ ഷൈജു ദാമോദരൻ, TK ചാത്തുണ്ണിയുടെ വിയോഗം താങ്കൾ ശബ്ദം കൊണ്ട് ഈ മത്സരത്തിൻ്റെ ഓരോ കാഴ്ചകളെയും വിസ്മയത്തോടെ പ്രേക്ഷകരിലേക്ക്, ആസ്വാദകരിലേക്ക് പകരുന്ന ഒരു പ്രതിഭ കൂടിയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കളി മികവിനെയും അദ്ദേഹത്തിൻ്റെ പരിശീലകൻ എന്ന രീതിയിലുള്ള ഒരു മികവിനെയും താങ്കൾ അടയാളപ്പെടുത്തുന്നത്? ചാത്തുണ്ണി സാറിനെ എങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഏത് പരിശീലകൻ എന്ന നിലയിൽ എങ്ങനെയാണ് നമ്മൾ ചാത്തുണ്ണി സാറിനെ അടയാളപ്പെടുത്തേണ്ടത് എന്നാണല്ലോ ചോദിച്ചത്. തീർച്ചയായിട്ടും അതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ഒരു മറുപടിയും എൻ്റെ മക്കളുണ്ട്. എൻ്റെ വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാടാണ്. കാരണം ചാത്തുണ്ണി സാറിനെ ഞാൻ കണ്ടിരിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഫുട്ബോളിൽ പണ്ടും ഇപ്പോഴും ഇനി വരാനിരിക്കുന്നവരുമായിട്ടുള്ള എത്രയോ ആയിരക്കണക്കിന് 10,000-കണക്കിന് പരിശീലകന്മാരുണ്ടാവും. പക്ഷെ ചാത്തുണ്ണി സാറിൽ മാത്രം ഞാൻ കണ്ടിരിക്കുന്ന ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ രീതി ഈ മറ്റേ സാങ്കേതിക കാര്യങ്ങളിൽ കടിച്ചു തൂങ്ങാതെ എപ്പോഴും പ്രായോഗിക ഫുട്ബോളിന്റെ ഒരു വക്താവായിരുന്നു അദ്ദേഹം. അതായത് പ്രാക്ടിക്കൽ
ഗെയിമിന് പ്രാധാന്യം കൊടുത്ത ആളായിരുന്നു. അതായത് കളി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ പന്ത് കളിക്കുന്നത് അത് പ്രൊഫഷണൽ ഫുട്ബോൾ ആണെങ്കിലും നമ്മൾ അമേച്ചർ ഫുട്ബോൾ ആണെങ്കിലും നമ്മൾ പന്ത് കളിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. കളി കഴിയുമ്പോൾ നമ്മുടെ ടീം എത്ര ഗോളിന് ജയിച്ചു എന്ന് മാത്രമേ നമ്മളോട് അടുത്ത ആളുകൾ, നമ്മുടെ കാണികളായാലും നമ്മുടെ ഫാൻസ് ആയാലും നമ്മുടെ മാനേജ്മെന്റ് ആയാലും നമ്മളോട് ചോദിക്കുള്ളൂ. അപ്പോൾ ഏത് വിധേനയും കളി ജയിക്കുക എന്ന് പറയുന്ന ഫുട്ബോളിൽ ജയമാണ് പ്രാധാന്യം. ഒരു പന്ത് കളിയിൽ ജയത്തിനാണ് അവസാനത്തെ അൾട്ടിമേറ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ജയത്തിനാണ് എന്നുള്ള ആപ്തവാക്യത്തിൽ വിശ്വസിച്ച ഒരു പ്രാക്ടിക്കൽ ഗുരുവായിരുന്നു ചാത്തുണ്ണി സാറ്. ചാത്തുണ്ണി സാറിന് ഈ പറയുന്ന പോലെ കളിയിലെ അങ്ങേയറ്റത്തെ സാങ്കേതിക മികവിനേക്കാളൊക്കെ ഉപരി കളി ജയിക്കാനുള്ള ഒരു തന്ത്രജ്ഞത, അതൊരു ഭയങ്കര അതിനുള്ള കൗശലം, അതായത് അതിനുവേണ്ടി അത് ശരിക്കും പറഞ്ഞാൽ ചാത്തുണ്ണി സാറിനെ അടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു മികവ് തന്നെയാണ് ഇത്രയധികം ക്ലബ്ബുകളുടെ പരിശീലകനായി അദ്ദേഹം സേവനമനുഷ്ഠിക്കാൻ കാരണമല്ലേ? കാരണം വിവിധ പട്ടാള ടീമുകളെയും പോലീസ് ടീമുകളെയും ഒപ്പം ഏതാണ്ട് 4ഓളം സംസ്ഥാനങ്ങളിൽ വളരെ പ്രഗത്ഭരായി ഇന്ത്യയിലെ തന്നെ ഒന്നാം നിര താരങ്ങളടങ്ങിയ ഒന്നാം നമ്പർ ക്ലബ്ബുകളുടെയൊക്കെ പരിശീലകനായ അദ്ദേഹത്തിന് ദീർഘകാലം സേവനമനുഷ്ഠിക്കാൻ കഴിഞ്ഞത് ആ ഒരു മികവ് തന്നെയാണല്ലേ? കാരണം അദ്ദേഹം വരുന്നത് നമ്മുടെ ആർമി, നമ്മുടെ MEG പോലത്തെ ടീമിൽ കളിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ കൊൽക്കത്ത മോഹൻ ബഗാനെ ഫെഡറേഷൻ കപ്പ് ജേതാക്കളാക്കി, ഗോവ സാൽഗോക്കറിനെ അദ്ദേഹം ഫെഡറേഷൻ കപ്പ് ജേതാക്കളാക്കി, കേരള പോലീസുമായി ദേശീയ വിജയങ്ങളുണ്ട്, ഫെഡറേഷൻ കപ്പ് പോലെയുള്ള ദേശീയ വിജയങ്ങൾ. ഇതൊന്നും ചില്ലറ കാര്യമല്ല. ഇപ്പൊ ഈ പറയുന്ന ക്ലബ്ബുകൾ ഇപ്പം കേരളത്തിൽ 80കളുടെ അവസാനം കേരള പോലീസ് ടീം എന്തായിരുന്നു ഇന്ത്യൻ ഫുട്ബോളിലെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതുപോലെ സാൽഗോക്കർ ഗോവയ്ക്ക് ഇന്ത്യൻ ഫുട്ബോളിൽ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ക്ലബ്ബാണ് സാൽഗോക്കർ ഗോവ. മോഹൻ ബഗാൻ അന്നും ഇന്നും എന്നും ഇന്ത്യൻ ഫുട്ബോളിലെ തലതൊട്ടപ്പന്മാരാണ്. ഈ പറയുന്ന ക്ലബ്ബുകളുടെയൊക്കെ പരിശീലന സ്ഥാനത്തേക്ക് ഒരു മലയാളി കടന്നു ചെല്ലുക, ആ പരിശീലകൻ എന്ന നിലയിൽ അവരെയൊക്കെ ദേശീയ തലത്തിൽ വലിയ ചാമ്പ്യൻഷിപ്പ് വിജയങ്ങളിലേക്ക് നയിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയൊക്കെ ഒരു കോച്ച് പരിശീലിപ്പിക്കുന്ന താരങ്ങൾ അറിയാൻ നോക്കുക. ഇപ്പൊ മോഹൻ ബഗാനി പോയാൽ കൂടുതൽ കൽക്കത്തക്കാരായിരിക്കും, പിന്നീട് വിദേശ താരങ്ങൾ ഉണ്ടാകും, വിരലിലുണ്ടാവുന്ന മലയാളി താരങ്ങൾ ഉണ്ടായേക്കാം. ഗോവയിലേക്ക് വന്നാൽ കൂടുതൽ ഗോവൻ താരങ്ങളാവും, വിദേശ താരങ്ങളും ഉണ്ടാവും. കേരള പോലീസിന് പരിശീലകനായിരുന്നപ്പോഴായിരിക്കും ചാത്തുണ്ണി സാറിന്റെ കമ്മ്യൂണിക്കേഷൻ അദ്ദേഹത്തിന്റെ ഭാഷയിൽ മലയാളത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി കൂടുതൽ കളിക്കാരുമായി സംവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് മോഹൻ ബഗാൻ സാൽഗോക്കർ നോക്കുക, നിങ്ങൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ചിരപരിചിതമല്ലാത്ത എത്രയോ കളിക്കാരെ സ്വന്തം മക്കളെ പോലെ ഒരു ഭയങ്കരമായ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള കോച്ചായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, പ്രാക്ടിക്കൽ സെൻസ് ആണ്, അത് മാൻ മാനേജ്മെന്റ് ആണ്. അതായത് തന്റെ കീഴിൽ കളിക്കുന്ന കളിക്കാരെ ഒരു ചരടിൽ കോർത്തിണക്കി കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിന്റെ ഒരു മികവ്, അദ്ദേഹത്തിന്റെ ഒരു മിടുക്ക് എന്ന് പറയുന്നത് ഒരു കോച്ച് അടിസ്ഥാനപരമായ ഒരു ഫുട്ബോൾ കോച്ച് സാങ്കേതിക മികവിന്റെ അപ്പുറം മാൻ മാനേജർ ആയിരിക്കണം. മാൻ മാനേജ്മെന്റിന്റെ മിടുക്കായിരിക്കണം കോച്ചിന്റെ ഏറ്റവും വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ്, അല്ലെ ഏറ്റവും വലിയ ഒരു സംഗതി എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ചാത്തുണ്ണി സാർ, ഒരു സംശയമില്ല. നന്ദി ശ്രീ ഷൈജു പ്രഭാകർ, ഈ സമയത്ത് ഞങ്ങളോട് സഹകരിച്ചതിന്. നിഖിലേക്ക് വീണ്ടും, നിഖിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷൈജു ദാമോദരൻ എന്നുള്ള ആ വ്യക്തി, ആ കമന്റേറ്റർ സൂചിപ്പിച്ചതുപോലെ തന്നെ തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു പരിശീലകനാണ് ചാത്തുണ്ണി. പ്രത്യേകിച്ച് ഈ കേരള പോലീസിനെ ഭാരതത്തിൽ, ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ 1 ഫുട്ബോൾ ക്ലബ്ബാക്കി മാറ്റി. ആ സമയത്താണ് അദ്ദേഹത്തെ, അന്നത്തെ കാലത്ത് കേരളം, ഗോവ, ബംഗാൾ, ഈ 3 സംസ്ഥാനങ്ങളാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഈറ്റില്ലങ്ങൾ എന്ന് പറയാൻ പറ്റും. പ്രത്യേകിച്ച് ഈ കൊൽക്കത്തയിലെ മോഹൻ ബഗാൻ അടക്കമുള്ള ക്ലബ്ബുകൾ, ഡംബോ ഗോവ, സാൽഗോക്കർ തുടങ്ങിയ ഗോവയിലെ നമ്പർ 1 ക്ലബ്ബുകൾ, ഇവരൊക്കെയും റാഞ്ചി എടുക്കുകയായിരുന്നു അല്ലേ? തീർച്ചയായും KP, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു പരിശീലകൻ എന്ന് പറയാൻ സാധിക്കുന്ന ഒരാൾ കൂടിയാണ് ശ്രീ TK ചാത്തുണ്ണി. കാരണം കേരള പോലീസിലൂടെ കേരളത്തിലേക്ക് ആദ്യമായി ഫെഡറേഷൻ കപ്പ് കൊണ്ടുവരുന്നത്, കിരീടം കൊണ്ടുവരുന്നത് അദ്ദേഹമാണ്. അതുതന്നെയാണ് കേരളത്തിലെ, ഇപ്പോൾ ഷൈജു ദാമോദരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള പോലീസ് ടീമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ ഒരു ടീമായിരുന്നില്ല അതുവരെ. ആ ഒരു ടീമിനെ അദ്ദേഹം ആദ്യമായി, ആ ടീമിലൂടെ ഫെഡറേഷൻ കപ്പ് ആദ്യമായി കേരളത്തിലേക്ക് എത്തിച്ചു. പിന്നാലെ കൊൽക്കത്തയിലെ മോഹൻ ബഗാൻ അടക്കമുള്ള ആ ഒരു ടീമുകൾ, ഗോവയിലെ ആ ഒരു ക്ലബ്ബുകൾ, ഇങ്ങനെ വിവിധങ്ങളായ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ആ ഒരു ക്ലബ്ബുകൾ അദ്ദേഹത്തെ റാഞ്ചിക്കൊണ്ട് പോവുകയായിരുന്നു. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഷൈജു ദാമോദരനാണെങ്കിലും ഒപ്പം തന്നെ നേരത്തെ
ജോപോൾ അഞ്ചേരി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഒരു സാങ്കേതികപരമായ ഫുട്ബോളിൻ്റെ സാങ്കേതികപരമായ ആ ഒരു ഫുട്ബോളിനപ്പുറത്തേക്ക് പ്രായോഗികമായ ഫുട്ബോളിലേക്കാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഒരു ടീമിന് വിജയിക്കാൻ എന്തു വേണം, എങ്ങനെ വിജയിക്കണം, ആത്യന്തികമായി എല്ലാ ടീമും കളിക്കുന്നത് വിജയിക്കാൻ വേണ്ടിയാണ്. ആ വിജയിക്കാൻ വേണ്ടി എങ്ങനെ കളിക്കണം എന്ന രീതിയിൽ ആ ഒരു രീതിയിൽ ഗെയിം പ്ലാൻ ഉണ്ടാക്കി കളിച്ചിരുന്ന ടീമിനെ പരിശീലിപ്പിച്ചിരുന്ന ഒരു ആൾ കൂടിയായിരുന്നു ടി കെ ചാത്തുണ്ണിയുടെ നിർണയാണത്തോടെ നേരത്തെ ഇരുവരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോളിന് വലിയൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് സംഭവിച്ചിരിക്കുന്നത്. KP യെസ്, ജനം എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരേ സ്വരത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം പരിശീലകൻ ഒരു താരം എന്ന രീതിയിൽ, ഒരു കളിക്കാരൻ എന്ന രീതിയിലുള്ള കനത്ത വിയോഗം തന്നെയാണ് ടി കെ ചാത്തുണ്ണിയുടെ അന്ത്യത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മോഹൻ ബഗാൻ, FC കൊച്ചി തുടങ്ങി അനവധി ടീമുകളെ പരിശീലിപ്പിച്ച് മികവിൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിച്ച ഒരു അതുല്യ പ്രതിഭയാണ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും നിഖിൽ കുമാറാണ് വിവരങ്ങളും നൽകിയത്.